ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന വാനില സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വാൻസ്ട്രോ കേക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണിന് അല്പം കുറവായിട്ട് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊരു 2 തവണ അരിച്ചെടുക്കാം. അപ്പോൾ സ്ട്രോബെറി സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ ഒരു തവണയെ കാണിക്കുന്നുള്ളൂ. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് 7 ഇഞ്ചിൻ്റെ ചായച്ചമ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ അല്പം ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത ശേഷം അല്പം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തവണയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിന് മുകളിലാണ് ഈ ചെമ്പ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലൊരു വെയിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി വാനില സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത സെയിം ടിന്നിൽ തന്നെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. സ്ട്രോബെറി സ്പോഞ്ച് ഇവിടെ ചൂടൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നും ഇല്ല. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 2 സ്പോഞ്ച് ഇവിടെ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ഗനാഷ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 സ്ട്രോബെറി കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രോബെറി കോമ്പൗണ്ടിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ വൈറ്റ് കോമ്പൗണ്ടിലേക്ക് ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. മെൽറ്റ് ചെയ്ത ശേഷം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയറായിട്ട് സ്ട്രോബെറി സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം സ്ട്രോബെറി ഗനാഷ് ഒരു 2-3 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് എല്ലാ വശത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി കോമ്പൗണ്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വൈറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്ട്രോബെറി മിക്സ് ആക്കി കൊടുത്താലും മതി. സ്ട്രോബെറി കോമ്പൗണ്ട് എടുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്നവർ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. സെക്കൻഡ് ലെയറായിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. അതും വെറ്റ് ചെയ്ത ശേഷം ഇതിന് മുകളിലും ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. അതിന് മുകളിലായിട്ട് 2-3 ടേബിൾ സ്പൂൺ വൈറ്റ് ഗനാഷും കൂടി ആക്കി കൊടുക്കാം. ഇനി അടുത്ത 2 ലെയറും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ഗനാഷ് ഇതിന് മുകളിലായിട്ട് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് സ്ട്രോബെറി ഗനാഷ് ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി ഈ ഗനാഷൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിനുശേഷം മാത്രമേ നെയിമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഒലിച്ചിറങ്ങിപ്പോവും. മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.